ഹായ് ഹലോ എല്ലാവർക്കും അച്ചായത്തീസ് എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് കോട്ടയം കോടിമതയിലുള്ള കിയയുടെ ഷോറൂമിൻ്റെ മുമ്പിലാണ്. ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു ന്യൂ മെമ്പറെ വെൽക്കം ചെയ്യുന്നതിനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. വരൂ, നിങ്ങളുമായി അത് ഷെയർ ചെയ്യാം. കിയയുടെ സെൽറ്റോസാണ് ഞങ്ങൾ എടുക്കുന്ന കാറ്. ഇന്ന് ഞങ്ങളുടെ മകൻ്റെ 20ാം ജന്മദിനമാണ്. അന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു പുതിയ കാറ് വാങ്ങാൻ ദൈവം ഇടവരുത്തുകയും ദൈവത്തിനായിരം നന്ദി. അങ്ങനെ സെയിൽസ് എക്സിക്യൂട്ടീവ് സോജി ഞങ്ങൾക്ക് കീ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കിയയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് സോജി കിയ വണ്ടിയെപ്പറ്റി സംസാരിക്കുന്നതാണ്, ഫീച്ചേഴ്സുകളെല്ലാം സംസാരിക്കുന്നതാണ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ കിയ സെൽറ്റോസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു മിഡ് സൈസ് SUV ആയിട്ട് നമ്മൾ കേരളത്തിൽ ലോഞ്ച് ചെയ്ത ഒരു വെഹിക്കിളാണ്. 2019 നമ്മൾ ഈ വെഹിക്കിൾ ലോഞ്ച് ചെയ്തത്. അറൗണ്ട് നമുക്കിപ്പോൾ ടിൽ ടൈമിൽ ഒരു 5 lakhs യൂണിറ്റോളം നമ്മൾ ഈ വെഹിക്കിൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ഒരു മിഡ് സൈസ് SUV കാറ്റഗറി വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് വെഹിക്കിളിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് സെൽറ്റോസിനെ പറയാൻ പറ്റും. കാരണം കിയയുടെ ബ്രാൻഡ് തന്നെ നിലനിർത്തുന്ന ഒരു വെഹിക്കിളാണ് നമ്മുടെ കിയ സെൽറ്റോസ്. അപ്പം നമുക്ക് ഫീച്ചർ വൈസ് നോക്കുവാണെങ്കിലും വാല്യൂ ഫോർ മണി ആയിട്ട് തന്നെ അതുപോലുള്ള ഫീച്ചർ നമ്മൾ ഈ വെഹിക്കിളിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുമ്പം നമുക്കിപ്പോൾ ഈ ഡെലിവറി സാറിന് ഇപ്പം കൊടുത്തിരിക്കുന്ന വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ സെൽറ്റോസ് പെട്രോൾ HTX IVT എന്ന് പറയുന്ന ഒരു വെഹിക്കിളാണ് 1.5. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫീച്ചർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പുതുതായിട്ട് ഇപ്പം ഡിഫറൻസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോഗോ കിയയുടെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ലോഗോയാണ് നമ്മൾ വന്നിരിക്കുന്നത് പഴയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന്. പിന്നെ നമുക്ക് ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ടൈഗർ നോസ് ഗ്രില്ല് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്കിന് ക്രൗൺ ജൂവൽ LED ഹെഡ്ലാംപ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആഡ് ചെയ്ത് നമുക്ക് LED DRLs നമ്മൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് കുറച്ചുകൂടെ നൈറ്റ് വ്യൂവിലൊക്കെ DRL ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല വിസിബിലിറ്റി, കാണാനൊരു സ്റ്റൈലിഷ് ലുക്കുമാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോഗ് ലാംപ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഐസ്ക്യൂ ഫോഗ് ലാംപ്സ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അത് വരുമ്പോൾ 3 പാറ്റേൺ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വിസിബിലിറ്റി കുറച്ചുകൂടെ കൂടുതലാണ് നമുക്ക് ഈ ഫോഗ് ലാംപ്സ് നമ്മൾ പറയുമ്പോൾ. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ സൈസ് വരുമ്പോഴത്തേക്കിന് നമുക്ക് 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇൻക്ലൂഡിങ് TPMS എല്ലാം തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്കിന് കീലെസ് എൻട്രി ആണ് വരുന്നത്. അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വിത്ത് കീലെസ് എൻട്രി. നമ്മൾ കീ സെൻസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് അൺലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. കീ സെൻസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സൈഡിലെ നോബുകളെല്ലാം നോർമൽ ഈ പറയുന്ന പോലെ തന്നെ എല്ലാ നോബ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്പീക്കേഴ്സ് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡിൽ വരുമ്പോൾ ബോസിന്റെ പ്രീമിയം വെഹിക്കിളിലൊക്കെ വരുന്ന സ്പീക്കേഴ്സ് ആണ് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. കുറച്ചുകൂടെ സൗണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലാണ്.
രണ്ടാമത് കമ്പയർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് വരുന്ന ആർക്കമൈൻ സ്റ്റൂൺഡ് കിയയുടെ ഓൺ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. അപ്പം കമ്പാരിറ്റീവ്ലി നമ്മൾ ബോസിന്റെ സ്പീക്കേഴ്സുമായിട്ട് 85-90% നമുക്ക് ക്വാളിറ്റി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് എല്ലാം തന്നെ നമുക്ക് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഡീകട്ട് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കയറാനും ഇറങ്ങാനും കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഡീകട്ട് സ്റ്റിയറിംഗ് ആണ് വന്നത്. ഇത് HTX മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇൻക്ലൂഡിങ് ക്രൂയിസ് കൺട്രോൾ, വോയിസ് കമാൻഡ് ടെക്നോളജീസ്, കോൾ ഡിസ്കണക്ഷൻ എല്ലാം തന്നെ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പുതുതായിട്ട് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് ഗോ. അതായത് നമ്മുടെ ഈ ഒരു ഫീച്ചർ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്കിലൊക്കെ കിടക്കുന്ന ടൈമിൽ നമ്മൾ ഫ്യൂവൽ കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫീച്ചർ ഓൺ ചെയ്തിട്ട്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്കിൽ കിടക്കുന്ന ടൈമിൽ നമ്മൾ വെഹിക്കിൾ ഐഡിയലി സ്റ്റോപ്പ് ആവും. നമ്മൾ ജസ്റ്റ് ബ്രേക്ക് അപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ വെഹിക്കിൾ സ്റ്റാർട്ട് ആകുന്ന ഒരു ഫംഗ്ഷനാണ് കൊടുത്തത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈലേജ് ആണ് നമ്മൾ കൂടുന്നത്, ഫ്യൂവൽ കൺസപ്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് നമുക്ക് ഓട്ടോ ഹെഡ് ലാംപ്സ്, ഓട്ടോ സെൻസിങ് വൈപ്പേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ 7 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. ഇൻബിൽട്ട് നാവിഗേഷനും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് കിയ കണക്ട് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ, ഐസോഫിക്സ് ഇതെല്ലാം നമുക്ക് തന്നെ വരുന്നു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് വേറൊരു ഫീച്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയർ ഡ്രൈവ് മോണിറ്റർ എന്ന് പറഞ്ഞൊരു ഇത് ഫംഗ്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ പോകുന്ന വെഹിക്കിളിന് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് റണ്ണിങ്ങിൽ കാണിക്കും. നോർമൽ റിവേഴ്സ് ക്യാമറ അല്ലാതെ തന്നെ നമ്മൾ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഈ നോബിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിലെ ഫുൾ സ്ക്രീനും കാര്യങ്ങളും എല്ലാം വരുന്ന വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മൾട്ടി ഡ്രൈവ് മോഡ്സ് പറയുന്ന പോലെ തന്നെ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഡ്രൈവ് മോഡ്സ് വരുമ്പോൾ നോർമൽ, എക്കോ, സ്പോർട്ട് 3 മോഡ്സ് ആണ് വരുന്നത്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് മുകളിലേക്ക് വരുമ്പോൾ വെന്റിലേറ്റഡ് സീറ്റ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് അതിൽ വരുന്നുണ്ട്. പിന്നെ സംബന്ധിച്ച് പറയാൻ നമുക്ക് ഇലക്ട്രിക് സൺറൂഫ് വരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ലെഗ് റൂം, ഹെഡ് റൂം എല്ലാം നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ബാക്കിൽ AC വെന്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ബൂട്ട് സ്പേസ് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് 433 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് ആണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് നോക്കുന്നത് ഷാർക്ക് ഫിൻ ആന്റിന, അതുപോലെ തന്നെ റൂഫ് റെയിൽസ് ഇതെല്ലാം നമുക്ക് വരുന്നുണ്ട്. കുറച്ചുകൂടെ സ്റ്റൈലിഷ് ലുക്കാണ്. ഷാർക്ക് ഫിൻ ആന്റിന വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സിഗ്നൽ സ്ട്രെങ്തും കാര്യങ്ങളും എല്ലാം കുറച്ചുകൂടെ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ റിയർ വൈപ്പർ വിത്ത് ഡിഫോക്കർ ലൈൻസ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഹെഡ് ബീറ്റ് LED ടൈൽ ലാംപ്സ് ആണ് നമുക്ക് ബൈക്കിൽ വരുന്നത്. കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആണ്, കാണാൻ തന്നെ കുറച്ചുകൂടെ ലുക്ക് വൈസ് ആണ്. പിന്നെ ഡ്യുവൽ മഫ്ലർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമുക്ക്. പ്ലസ് റിവേഴ്സ് ക്യാമറ, പ്ലസ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വിത്ത് ഗൈഡ് ലൈൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് റിവേഴ്സ് ക്യാമറയിൽ വരുന്നുണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ള അഡ്വാൻറ്റേജസ്. നമുക്ക് മറ്റു വെഹിക്കിളിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിന് ഉള്ളതെന്ന് വെച്ചാൽ ഫീച്ചർ വൈസ് ഉള്ള ഡിഫറൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അറൗണ്ട് മലയാളികളിലേക്ക് അടുത്തേക്ക് എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുരുങ്ങിയ കാലയളവിൽ 5 lakh യൂണിറ്റോളം നമ്മൾ വെഹിക്കിൾ സെല്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിലും നമുക്കിപ്പോൾ പുതിയൊരു വേർഷൻ കൂടെ ലോഞ്ച് ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് കിയയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ഇതുവരെയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുതേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഇനിയും നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.